രണ്ട് വ്യക്തികളാണ് ഇവിടെ പറയപ്പെടുന്നത്. എലീശയുമുണ്ട്, നയമാനുമുണ്ട്. ഇസ്രായേൽ ചരിത്രത്തിലെ വളരെ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനാണ് എലീശ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാവിനെ അദ്ദേഹത്തിന് ലഭ്യമാകണമെന്ന് ആഗ്രഹിച്ച് അത് ലഭിച്ചതായിട്ടുള്ള ഒരു പ്രവാചക ശ്രേഷ്ഠനാണ്. അതേസമയം നയമാനെ പറ്റി പറയുമ്പോൾ ഇസ്രായേൽ ചരിത്രത്തിൽ ഇസ്രായേൽ ദേശത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ തോൽപ്പിച്ച വളരെ ചുരുക്കം ചില രാജ്യങ്ങളും രാജാവുമേ ഉള്ളൂ. അതിൽപ്പെട്ട ഒരു രാജാവാണ് അരാം രാജാവ്. ആ അരാം ദേശത്തിലെ സൈന്യത്തിൻ്റെ സേനാധിപനായിരുന്നു നയമാൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ വളരെ ശ്രേഷ്ഠനായ ധൈര്യശാലിയായ ഒരു സൈന്യത്തെ നയിക്കുവാൻ പ്രാപ്തനായ ഒരു പ്രബലനായ വ്യക്തിയാണ് നയമാൻ. പക്ഷേ നയമാൻ അദ്ദേഹം ശ്രേഷ്ഠനായിരുന്നു, പരാക്രമശാലിയായിരുന്നു എന്നാണ് വേദോസ്തയിൽ പറയുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നയമാൻ എന്തായിരുന്നു കുഴപ്പം? അവൻ കുഷ്ഠരോഗിയായിരുന്നു എന്നുള്ളതാണ്. അവൻ പ്രബലനായിരുന്നു, ധൈര്യശാലിയായിരുന്നു, ബലവാനായിരുന്നു, പക്ഷെ അവൻ കുഷ്ഠരോഗിയായിരുന്നു. അങ്ങനെ ഒരു പ്രയാസം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നയമാന് സൗഖ്യമാകണമെന്ന് ആഗ്രഹമുണ്ട്. ആ സമയത്താണ് ഇസ്രായേൽ ദേശത്തെ ഈ അരാം സൈന്യം തോൽപ്പിച്ചതിന് ശേഷം ഇസ്രായേൽ ദേശത്തു നിന്നും ഒരു പെൺകുട്ടിയെ അടിമയാക്കി ഈ നയമാന്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഈ സൈന്യാധിപന്റെ, അരാം ദേശത്തിലെ സൈന്യാധിപന്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഒരു പാവം പിടിച്ച പെൺകുട്ടി. അപ്പോൾ തൻ്റെ യജമാനനെ കുഷ്ഠരോഗിയായി കണ്ടപ്പോൾ ഈ ബാലിക യജമാനത്തിയോട് പറഞ്ഞു, അല്ലയോ യജമാനത്തി, ഞങ്ങളുടെ നാട്ടിൽ, അതായത് ഇസ്രായേൽ ദേശത്ത് ഒരു പ്രവാചകനുണ്ട്, ഏലിശ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു ദൈവപുരുഷനാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ എൻ്റെ ഈ യജമാനൻ്റെ കുഷ്ഠരോഗം മാറാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത്. എന്തായാലും അവരതിൽ വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ഈ കാര്യം സൂചിപ്പിച്ചു. അങ്ങനെ ഈ നയമാൻ എലീശ പ്രവാചകനിൽ നിന്നും സൗഖ്യം ലഭിക്കുവാനായി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെടുവാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. എന്നാൽ ഈ നയമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിനായിട്ടുള്ള ഈ പുറപ്പാട്, അദ്ദേഹത്തിൻ്റെ വീക്ഷണം, ഇതിലൊക്കെ ഇച്ചിരി കുഴപ്പങ്ങൾ പറ്റിയെന്നുള്ളതാണ്. അതെന്താണെന്നാണ് ആദ്യമേ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിൽ കടന്നു വന്നിരിക്കുക എല്ലാവരും. പലർക്കും പല ഉദ്ദേശമാണ്. ചിലരൊരു പക്ഷേ സാധാരണ വെള്ളിയാഴ്ചകളിൽ ധ്യാനത്തിനൊക്കെ പങ്കെടുക്കാം, നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീക നിറവുണ്ടാകണം, ആ ഒരു രീതിയിൽ ഒരു പക്ഷേ ഈ ദേവാലയത്തിൽ വന്നതാകാം. മറ്റുള്ള ആളുകളിൽ ചിലരെങ്കിലും എന്തെങ്കിലും രോഗം പിടിപെട്ട് അതിന് സൗഖ്യത്തിനായിട്ട് വന്നിരിക്കാം. വേറെ ചിലർ ഭവനത്തിൽ രോഗികളായിരിക്കുന്നവരുടെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടൊരു പക്ഷേ കടന്നു വന്നതാകാം. എന്തായിരുന്നാലും എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രവാചകൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. ആ പ്രവാചകന്റെ അല്ലെങ്കിൽ ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാനാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ ചില സൂചനകൾ പരിശുദ്ധ പരിമല തിരുമേനി നൽകുമെന്നുള്ളതിന് സംശയമില്ല. നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ ദൈവത്തിനോട് ഈ രീതിയിൽ വർത്തിക്കണം, ഇപ്പോൾ നിങ്ങൾ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള അനുവർത്തിച്ചു വരുന്നതായിട്ടുള്ള ജീവിത ശൈലിയിൽ ഒരുപക്ഷെ വ്യത്യാസം വരുത്തണം. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളായിരിക്കും ഈ ദൈവപുരുഷൻ ഒരുപക്ഷെ നമുക്ക് നൽകുന്നത്. അപ്പോൾ അതിനെ ശരിയായി ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അനുഷ്ഠാനം കൊണ്ടോ നമ്മുടെ ആരാധനകൾ കൊണ്ടോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. ഞാൻ വരുന്നു ക്രൂശിങ്കൽ സാധുക്ഷീണൻ കുരുടൻ സർവവും എനിക്ക് ചിൽ പൂർണ്ണരെ ക്ഷാകാണും
ശരണം എൻ കർത്താവേ, വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ, താഴ്മയായി കുമ്പിടുന്നു, രക്ഷിക്കാം എന്നേ ഇപ്പോ. അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്നും ആത്മാർത്ഥമായി ഉയർന്നു വരേണ്ട പ്രാർത്ഥന എന്തുവാ? താഴ്മയായി ഞാൻ കുമ്പിടുന്നു, ഇപ്പോൾ എന്നെ രക്ഷിക്കാം. ഇതായിരിക്കണം ഈ ദേവാലയത്തിൽ, അല്ലെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ പരിസരത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നും ഉയർന്നു വരേണ്ട പ്രാർത്ഥനയെന്ന്. ഇവിടെ ഈ നയമാനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അദ്ദേഹത്തിന് കുഴപ്പം പറ്റിയത്? അതൊന്ന് പരിശോധിക്കാം. എന്തുകൊണ്ട് ദൈവത്തിന് പ്രസാദകരം അല്ലാത്ത കാര്യം നയമാന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അവന്റെ ബുദ്ധിതലത്തിൽ വന്ന വീഴ്ചയാണത്. അവന്റെ ബുദ്ധിതലത്തിൽ വന്ന ഒരു വീഴ്ച, അതാണ് ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടാക്കിയത്. ഈ നയമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു അറിവ് ലഭിച്ചായിരുന്നു. എന്തായിരുന്നു? എലിശ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു ദൈവപുരുഷൻ ഇസ്രായേൽ ദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ള അറിവ് അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷേ അദ്ദേഹത്തിൽ നിന്നും സൗഖ്യം ലഭിക്കുമെന്നുള്ള അറിവ് അദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷെ എന്താ സംഭവിച്ചത്? ഈ സമയം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലെ സേനാനായകനാണ് ഉണർന്നത്. അതാണ് പറ്റിയ കുഴപ്പം. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ രണ്ട് ആളത്വം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഒന്ന് സേനാനായകനും ഉണ്ടായിരുന്നു, വേറൊന്നാരാ? കുഷ്ഠരോഗിയായിരുന്നു അദ്ദേഹം, അല്ലേ? ഈ രണ്ട് തലത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ശ്രേഷ്ഠനായി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ബലഹീനത ഉള്ള മനുഷ്യൻ കൂടിയാണ്. അപ്പോൾ ഈ അറിവ് ലഭിച്ചപ്പോൾ, ദൈവപുരുഷൻ ഉണ്ടെന്നുള്ള അറിവ് ലഭിച്ചപ്പോൾ, ഇദ്ദേഹത്തിൻ്റെ സേനാനായകനാണ് അവിടെ പിന്നെ എനർജറ്റിക് ആയിട്ട് ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ആ രീതിയിലാണ് അവിടെ വളരെ ശക്തമായിട്ട് ഉണർന്നു വന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് പറയാമോ? സേനാനായകൻ ആകുമ്പോൾ ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് എന്ത് ലഭിക്കും? സ്വീകരണം ലഭിക്കുമെന്നുള്ളതാണ്. സൗഖ്യം വേണ്ട മനുഷ്യന്റെ മനസ്സിലെ സേനാനായകൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ കുഷ്ഠരോഗി ഉറങ്ങിക്കിടക്കുക. അവിടെ എനിക്ക് നല്ല സ്വീകരണം ലഭിക്കുമെന്നുള്ളതാണ്. അദ്ദേഹം അതിന് ആ സ്വീകരണം കിട്ടാൻ ഒരു കാര്യം കൂടി ചെയ്തു. എന്താ ചെയ്തതെന്നറിയാമോ? അരാം രാജാവിൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ, ശുപാർശ കത്ത് അദ്ദേഹം പോയി വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി അദ്ദേഹത്തിന് ബലമായി എന്നുള്ളതാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അനുഗ്രഹങ്ങൾ നേടാൻ ഈ ഭാവമല്ല നമുക്ക് വേണ്ടത്. പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം ഇതാ, നമ്മളിലുള്ള ഈ ശ്രേഷ്ഠഭാവമാണ് ഉണർന്നു വരുന്നത്. നാം എങ്ങനെ ദൈവസന്നിധിയിൽ പോകണമെന്നുള്ളതിനെ ശരിയായ രീതിയിൽ പരിശോധിച്ചിട്ട് വേണം പോകുവാൻ. എന്നിലെ ഞാനെന്ന ഭാവമാണോ ഇവിടെ ഇരിക്കുന്നത്, അതോ ഞാൻ ഒന്നുമല്ല എന്ന ഭാവമാണോ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്? ഇത് നമ്മളൊന്ന് സ്വയം പരിശോധിക്കണം. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ശ്രേഷ്ഠതകളുള്ളവരാണ്. ചിലർ നല്ല കുടുംബത്തിൽ ജനിച്ചവർ കാണും, അല്ലെങ്കിൽ ചിലർ നല്ല വരുമാന മാർഗമുള്ളവരാകാം. ഇങ്ങനെ പലതരത്തിൽ ഞാനെന്നുള്ള ഭാവം നമ്മളിൽ വരാൻ സാധ്യതയുള്ള ചില സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇതിനെ നമ്മളൊന്ന് താഴെ വെച്ചിട്ട് വേണം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സൗഖ്യത്തിനായിട്ട് വരുവാൻ. നാം ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ചെയ്യുന്നത് പലപ്പോഴും. ദൈവമേ, ഞാൻ ഇന്ന വീട്ടിലെ ഇന്നാരുടെ മോനാണ്, നിനക്കറിയാമോ? എനിക്ക് ഇത്ര ഏക്കർ സ്ഥലമുണ്ട്, എൻ്റെ മക്കളെല്ലാം അമേരിക്കയിലാണ്. ദൈവമേ, നീ അതൊന്ന് കൺസിഡർ ചെയ്യണം. നമ്മളെ തന്നെ ദൈവത്തിന്, നമ്മളെ അറിയുന്ന ദൈവത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. പരീശനും ചുങ്കക്കാരനും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ സംഭവിച്ച ഇതാ. രണ്ടുപേരെയും ദൈവത്തിന് അറിയാം, ശരിക്കും അറിയാം. ഇവൻ പരീശനാണെന്നും അറിയാം, മറ്റോൻ പിടിച്ചുപറിക്കാരനാണെന്നും അറിയാം. പക്ഷേ പരീശൻ സ്വയം പറഞ്ഞു, ഞാൻ എല്ലാം അറിയുന്നവനാണ്, ഞാൻ ഈ നിൽക്കുന്നവനെ പോലെ അല്ല,
ന്യായപ്രമാണമൊക്കെ ഞാൻ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ളവനാണ്, എനിക്ക് എല്ലാ വേദപ്രമാണങ്ങളും അറിയാം, നിഷ്ഠയായി ഞാൻ അത് അനുഷ്ഠിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള ചില പ്രഖ്യാപനങ്ങൾ ദൈവസന്നിധിയിൽ അവൻ നടത്തുക ചെയ്യുന്നത്. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. കാരണം ദൈവത്തിനെല്ലാം അറിയാം. എന്നെയും നിങ്ങളെയും ഏത് കുടുംബത്തിൽ ജനിച്ചെന്നും നമ്മൾ എങ്ങനെ വളർന്നു എന്നുള്ളതും ഏത് തരത്തിൽ പണം സമ്പാദിച്ചു എന്നും ഏത് തരത്തിൽ പഠിച്ചു വളർന്നു എന്നുള്ളതും ഇന്നത്തെ നമ്മുടെ നില എന്താണെന്നുള്ളതും ദൈവത്തിന് അറിയാം. നമ്മൾ മനുഷ്യരെ പഠിപ്പിച്ചാൽ മതി, ദൈവത്തെ പഠിപ്പിക്കേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ശ്രേഷ്ഠഭാവം ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലപ്പോകില്ല എന്നുള്ളത് വളരെ ശക്തമായി നമ്മൾ മനസ്സിലാക്കുക. പോൾ ആറാമൻ മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ജർമ്മൻകാരി സ്ത്രീ, നല്ല വണ്ണമുള്ള ഒരു സ്ത്രീ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ പിതാവേ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ അടുക്കൽ ഒരു യൗവനക്കാരൻ വന്ന പോലെയാണ്. അപ്പോൾ അദ്ദേഹം, ഈ നല്ല വണ്ണമുള്ള ഒരു സ്ത്രീയാണ്, അപ്പോൾ ആ സ്ത്രീയെ നോക്കി വളരെ നർമ്മത്തിൽ പറഞ്ഞു, ഐ നോ ഓൺലി വൺ വേ ദാറ്റ് ഈസ് വെരി നാരോ. എനിക്കൊരു വഴി അറിയാം, അത് വളരെ ഇടുങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ ഇച്ചിരി പ്രയാസമാണെന്നാണ് നർമ്മരൂപേണ പറയുന്നത്. ഇപ്പം നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ ചോദ്യവും നമ്മുടെ ഭാവവും അനുസരിച്ചുള്ള മറുപടി നമുക്ക് നൽകും. അതുകൊണ്ടാണ് ഈ യൗവനക്കാരനോട് കർത്താവ് പറഞ്ഞു, യു ലാക്ക് വൺ തിങ്, നിനക്കൊരു കുറവുണ്ടെന്ന്. നിനക്കൊരു കുറവുണ്ട്, അത് പക്ഷെ ഉൾക്കൊള്ളുവാൻ അവന് സാധിച്ചില്ല എന്നുള്ളത് വേറൊരു പ്രശ്നം. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, ബുദ്ധിതലത്തിൽ നമ്മൾ മെനഞ്ഞെടുക്കുന്നതായിട്ടുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ ദൈവസന്നിധിയിൽ ഒരിക്കലും വിലപ്പോകില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ. റോമർ 7-ന്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ. ഉള്ളം കൊണ്ട്, അവിടെയാ തുടങ്ങുന്നത്, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ആനന്ദം കണ്ടെത്തുന്നു. അതൊരു ശരിയാണ്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണും. ദൈവത്തിൻ്റെ പ്രമാണം നിലനിൽക്കുകയാൽ എന്നിൽ ദൈവത്തിൻ്റെ പ്രമാണം നിലനിൽക്കുന്നു, അതെന്നെ നയിക്കുന്നു. ആ ഒരു ചിന്ത എന്നിൽ നിലനിൽക്കെ തന്നെ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നുണ്ട്. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കിക്കളയും. ഇതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. നമുക്കെല്ലാം അറിയാം, വേദപ്രമാണം അറിയാം, അത് നമ്മുടെ ബുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇതിനോട് പോരാടുന്ന വേറൊരു പ്രമാണം എന്നെ നയിക്കുന്നുണ്ട്, പാരലായിട്ട്. ഈ ഒരു പ്രതിസന്ധിയാണ് നമ്മൾ ഇന്ന് പരിഹരിക്കേണ്ടത്. മനുഷ്യൻ സൃഷ്ടിതനായിരിക്കുന്നത് ആത്മ, ദേഹി, ദേഹം, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആത്മാവ് എന്താ? ആത്മാവ് എന്താണ്? ദൈവം വസിക്കേണ്ട സ്ഥലമാണ് ആത്മാവ്. ദേഹം എന്താണ്? നമ്മുടെ കാണുന്ന ശരീരം. ദേഹി എന്താ? കാണപ്പെടാത്ത നമ്മളെ നയിക്കുന്ന നമ്മുടെ ശരീരം, ബുദ്ധി എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇതിലാണ് മനുഷ്യൻ നിർമ്മിതമായിരിക്കുന്നത്. ഇവിടെ എന്താ പ്രതിസന്ധി എന്ന് പറയുന്നത്? ഈ ദേഹവും ദേഹിയും, അതായത് നമ്മുടെ ശരീരവും നമ്മുടെ ബുദ്ധിയും നിയന്ത്രിക്കപ്പെടേണ്ടത് ആത്മാവാണ്. ആത്മാവിൽ വസിക്കുന്ന ദൈവം. ഈ ആത്മാവിൽ ദുരാത്മാവ് കൂടെ കയറി ഇരിപ്പുണ്ട്. അതാണ് ഈ വേദഭാഗം പറഞ്ഞത്. എൻ്റെ ആത്മാവിൽ ദൈവം വസിക്കുന്നുണ്ട്, അതുപോലെ എൻ്റെ ആത്മാവിൽ ആരും വസിക്കുന്നുണ്ട്? ദുരാത്മാവും വസിക്കുന്നുണ്ട്. ഞാൻ വേദപ്രമാണം അറിയേ തന്നെ എന്നിൽ വസിക്കുന്ന വേറൊരു പ്രമാണം, അതായത് ദുരാത്മാവ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവിടെയാണ് നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴും
ഞാനെന്ന ഭാവമുള്ളവരായിട്ട് നിൽക്കുവാനായിട്ട് നമ്മളെ ഇടയാക്കുന്നു. ഈ ഒരു സാധ്യത നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ മാറ്റി കളയേണ്ടത് ആവശ്യമാണ്. ഈ ഒരു കണ്ടെത്തൽ ആവശ്യമാണ്. എന്താണ്? എന്നെ നയിക്കുന്നത് ദൈവ പ്രമാണമല്ല, അല്ലെങ്കിൽ വേദപ്രമാണമല്ല. എൻ്റെ ബുദ്ധിയുടെ തലത്തിൽ വേറൊരു പ്രമാണം എന്നെ നയിക്കുന്നുണ്ട്. ഈ ഒരു കണ്ടെത്തൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ ഗൗരവമായി കാണാത്ത ഒരു കാര്യമാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പീൻ. അതാണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആശയമാണ് അദ്ദേഹം നമുക്ക് തരുന്നത്. ബുദ്ധിയുള്ള ആരാധന, ബുദ്ധിപൂർവ്വം ദൈവസന്നിധിയിൽ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. മണ്ടന്മാരായിട്ട് നിൽക്കാനല്ല, ബുദ്ധിയുള്ളവരായി ദൈവത്തിന് ആരാധന അർപ്പിക്കും. കാരണം നമ്മുടെ ആരാധനയിൽ കടന്നുകൂടുന്ന പല തെറ്റായ ചിന്തകളും ഉണ്ടാവും ആരാധനാ സമയത്ത്. ഇതിനെ ഒഴിവാക്കുവാൻ, നേരായ രീതിയിൽ നമ്മുടെ മനസ്സിനെ നിലനിർത്തുവാനുമുള്ള ആ ഒരു ശക്തി നമ്മൾ സംഭരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നേരെ ആകേണ്ടതായിട്ടുള്ള ചില മേഖലകളുണ്ട്. അതെല്ലാം നേരെ ആകുവാൻ തീർച്ചയായും ഈ ദേവാലയത്തിലുള്ള വരവും ഈ ദേവാലയത്തിലുള്ള ആരാധനയിലെ പങ്കാളിത്തവും നമുക്ക് ഇടയാകണം. ജീവിതമിന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനേ വന്നു, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ വന്നു, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സർവ മണ്ഡലം വിട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നയമാൻ എന്ന് പറഞ്ഞ വ്യക്തി അവൻ്റെ ജീവിതത്തിൽ സൗഖ്യം ആഗ്രഹിച്ചു എന്നുള്ളതാണ്. പക്ഷേ അവൻ്റെ ബുദ്ധിയിൽ നിലനിന്ന വേറൊരു പ്രമാണം ദൈവസന്നിധിയിൽ വരേണ്ട പോലെ വരുവാൻ അവനെ ഇടയാക്കിയില്ല എന്നുള്ള ഒരു വലിയ കുഴപ്പമുണ്ടാകും. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ദേവാലയത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് എന്തുദ്ദേശത്തിന്? നമ്മളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ നമ്മളൊന്നുമല്ല, നാം ശ്രേഷ്ഠരല്ല, ഒന്നുമല്ലാത്ത രീതിയിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ള ആ ഒരു പൂർണ്ണമായ ചിന്തയിൽ ഈ ദേവാലയത്തിൽ ആരാധനയിൽ സംബന്ധിക്കുവാനായിട്ട് നമുക്കിടയാകണം. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ദൈവത്തിന് പ്രസാദകരമല്ലാത്തതായാൽ ചില കുഴപ്പങ്ങളുണ്ട്, ചില പ്രതിസന്ധികൾ നമ്മൾ തന്നെ സൃഷ്ടിക്കും. അത് നമ്മൾ അറിയത്തില്ല എന്നുള്ളതാണ്. നയമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ശുപാർശക്കത്തുമായി ഈ ദേശത്തേക്ക്, ഇസ്രായേൽ ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ
ആ വരവിൽ ചില പ്രതിസന്ധികൾ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ തയ്യാറെടുപ്പോടുകൂടി അല്ലാതെ ആത്മീക കാര്യങ്ങളിൽ ഇടപെട്ടാൽ നമുക്ക് മാത്രമല്ല അവിടെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്, മറ്റ് പലരും ആ പ്രതിസന്ധികളിൽ ഭാഗവാക്കുകളാകും, അവർക്കൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതെന്താണെന്നാണ് ഞാൻ ആദ്യമായിട്ട് സൂചിപ്പിക്കാനായിട്ട് പോകുന്നു, ഇനി തുടർന്ന് സൂചിപ്പിക്കാനായിട്ട് പോകുന്നു. ഒന്ന്, മറ്റുള്ളവർക്ക് നാം അസ്വസ്ഥത ഉണ്ടാക്കും എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ തയ്യാറെടുപ്പോടുകൂടി വേണ്ടവിധം ഒരുക്കത്തോടുകൂടിയല്ല അനുഗ്രഹത്തിനായിട്ട് കടന്നു വരുന്നത് എങ്കിൽ നാം മറ്റുള്ളവർക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നവരായിട്ട് മാറും എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, നയമാൻ ഈ ഇസ്രായേൽ ദേശത്തേക്ക് വരുന്നത് അരാം രാജാവിൻ്റെ ശുപാർശ കത്തുമായിട്ടാണ്. അദ്ദേഹം അരാം രാജാവിൻ്റെ സേനാനായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരവിന് അല്പം ബലം കിട്ടണം, സേനാനായകനാണ്. അതുകൊണ്ട് ആ രാജാവിൻ്റെ ശുപാർശ കത്തുമായിട്ടാണ് വരുന്നത്. ആ കത്ത് കൊടുത്തത് ആർക്കാന്നറിയാമോ? ആർക്കാ കൊണ്ട് കൊടുത്തത്? ഇസ്രായേൽ രാജാവിന്, എലിശായ്ക്കല്ല, ഇസ്രായേൽ രാജാവിനുള്ള കത്ത. ഒരു രാജാവ് മറ്റേ രാജാവിന് കൊടുക്കുകയാണ്, എൻ്റെ സേനാനായകൻ ഇങ്ങനെ കുഷ്ഠരോഗിയാണ്, നിങ്ങളുടെ ദേശത്ത് എലിശ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്, ഞാൻ അദ്ദേഹത്തെ എലിശായുടെ അടുക്കിലേക്ക് അയക്കുകയാണ്, നിങ്ങൾ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യണം. ഇതാണല്ലോ കത്തിൻ്റെ അതിനകത്ത് ഉള്ളടക്കം എന്ന് പറയുന്നത്, അതായിരിക്കണമല്ലോ. എന്തായിരുന്നാലും ഈ അരാം രാജാവിൻ്റെ കത്തുമായി നയമാൻ നേരെ ചെല്ലുന്നത് ഇസ്രായേൽ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. നമുക്കറിയാം, ഇസ്രായേൽ രാജാവ് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഈ അരാം രാജാവുമായിട്ടുള്ള യുദ്ധത്തിൽ തോറ്റിരിക്കുക, പേടിച്ചിരിക്കുക, അതിൻ്റെ വിഷമത്തിലിരിക്കുക. ഈ സമയത്താണ് തന്നെ തോൽപ്പിച്ച രാജാവ് ഒരു എഴുത്തു കൊടുത്തു വിടുക, എന്താ, ഞാൻ എൻ്റെ സേനാനായകനെ അങ്ങോട്ട് വിടുകയാണ്, നിങ്ങളുടെ ദേശത്ത് ഒരു ദൈവപുരുഷനുണ്ടെന്ന് പറയുന്നു, എൻ്റെ സേനാനായകന് സൗഖ്യം കിട്ടണം. അരാം രാജാവ്, ഈ ഇസ്രായേൽ രാജാവ് ഭയന്നു. കാരണം സൗഖ്യം കിട്ടിയില്ലെങ്കിൽ യുദ്ധം അടുത്തത് ഉണ്ട് ഉറപ്പായി. അദ്ദേഹം വളരെ വിഷമത്തിലായി. നമ്മളത് മനസ്സിലാക്കുക, ഈ പ്രശ്നം സൃഷ്ടിച്ചത് ആരാണ്? നയമാനാണ്, അല്ലേ? അദ്ദേഹം വരേണ്ട പോലെ അല്ലാതെ വന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ ശുപാർശ കത്തിന്റെ ഒന്നും ആവശ്യമില്ല. സേനാനായകൻ എന്നുള്ള നിലയിലല്ല അദ്ദേഹം വരേണ്ടത്. താനൊരു കുഷ്ഠരോഗിയാണ്, തനിക്ക് സൗഖ്യം ആവശ്യമുണ്ട്. ഈ താഴ്മയോടുകൂടി വരേണ്ട മനുഷ്യൻ നല്ല രീതിയിൽ അല്ലാതെ നേരാമണ്ണം അല്ലാതെ വന്നു എന്നുള്ളതാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഇസ്രായേൽ രാജാവിന് ദുഃഖമുളവാക്കുന്നു. ഇസ്രായേൽ രാജാവ് ഉടനെ പറയുകയാണ്, മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യാൻ ഞാൻ ദൈവമാണോ? അദ്ദേഹം വളരെ വിഷമത്തോട് ചോദിക്കുക, ഈ എഴുത്ത് കൊടുത്തു വിട്ടിരിക്കുന്നു, നയമാനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ്, ഞാൻ ഒന്ന് തോറ്റിരിക്കുകയാണ്, വീണ്ടും എന്നെ ഉപദ്രവിക്കുവാനുള്ള തയ്യാറെടുപ്പാണോ? ഞാൻ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുവാൻ ഞാൻ ദൈവമോ? അദ്ദേഹം വസ്ത്രം കീറി ദുഃഖം അദ്ദേഹം അവിടെ കാണിക്കുക ചെയ്യുന്നത്. അന്നത്തെ ആ കാലയളവിൽ ദുഃഖം പ്രകടിപ്പിക്കുവാനുള്ള ഒരു ഉപാധിയാണ് വസ്ത്രം കീറുക എന്ന് പറയുന്നത്, രട്ടിലും വെണ്ണീറിലും ഇരിക്കുക എന്ന് പറയുന്നത്. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ദുഃഖഭാവം അവിടെ അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നുള്ളത്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും പല സന്ദർഭങ്ങളിലും നമ്മുടേതായിട്ടുള്ള തെറ്റായ നടപടികൾ മറ്റുള്ളവർക്ക് ദുഃഖം വരുത്തുന്നതാണ് എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റായ നടപടികൾ, അത് ആത്മീയ മേഖലകളിലാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന മറ്റ് ചുറ്റുപാടുകളിലുമാണെങ്കിലും നമ്മുടെ നിലപാടുകൾ നാം പോകേണ്ട രീതിയിൽ പോകാത്തത് കൊണ്ട്, നാം ചെയ്യേണ്ട രീതിയിൽ ചെയ്യാത്തത് കൊണ്ട്, പറയേണ്ട രീതിയിൽ പറയാത്തത് കൊണ്ട് പല സന്ദർഭങ്ങളിലും മറ്റുള്ളവർക്കത് ദുഃഖം ഉളവാക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു തമ്പുരാൻ പറയുന്നുണ്ട്, സമാധാനം ഉള്ളവരല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ. സമാധാനം നമുക്ക് കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല, അല്ലേ? ഇവിടെ വന്നിരുന്ന് നല്ലവണ്ണം പ്രാർത്ഥിച്ചാൽ നമുക്ക് സമാധാനം കിട്ടും. പക്ഷെ കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്. എന്താ പറഞ്ഞെന്നറിയാമോ? സമാധാനം ഉണ്ടാക്കുന്നവർ.
സമാധാനം ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. നമുക്ക് സമാധാനം വേണോ നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷേ അസമാധാനമില്ലാത്ത ഒരു മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ സമാധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. ചിലപ്പം നമ്മുടെ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ അവിടെ സമാധാനം ഉണ്ടാകണേ. നമ്മുടെ അയൽവക്കത്ത് ഒരു പ്രശ്നമുണ്ട്, അയൽക്കാര് അല്ലെങ്കിൽ അയൽ വീടുകൾ, 2 വീടുകൾ തമ്മിൽ പ്രശ്നമുണ്ട്. നമുക്ക് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് പ്രാർത്ഥിക്കാം, ദൈവമേ അവിടെ സമാധാനം കൊടുക്കണേ, അവർക്ക് സമാധാനം കൊടുക്കണേ. നമ്മുടെ ഉറ്റവരോ ഉടയവരോ അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ വീട്ടിൽ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രയാസവുമില്ല, ദൈവമേ അവർക്ക് സമാധാനം കൊടുക്കണേ, ഒരു പ്രയാസവും ഇല്ല. പക്ഷേ അവിടേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ സമാധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ആരും പോകാറില്ല എന്നുള്ളതാണ്. നമ്മൾ ഉറച്ച് പ്രാർത്ഥിക്കും. അതിനപ്പുറമായിട്ട് ആ 2 ഭവനങ്ങളിലും ചെന്ന് സമാധാനം ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമം നടത്താൻ നമ്മൾ ശ്രമിച്ചാൽ അതാണ് ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള സമാധാനം എന്ന് പറയുന്നത്. ഇന്ന് ഈ ഒരു അവസ്ഥാവിശേഷമാണ് നമ്മളെല്ലാം ഉണ്ടാക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടിന് അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഭാഗത്തു നിന്നും സമാധാന കാംക്ഷികളാണ് നമ്മൾ. അത് ശരിയാണ്, സമാധാന കാംക്ഷികളായിട്ട് നമ്മൾ മാറി നമ്മുടെ മനസ്സിൽ സമാധാനം നിറയണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ട് നമ്മൾ നിലനിൽക്കുന്നു. പക്ഷേ സമാധാനം ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് ഇന്ന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു കുഴപ്പമാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ നടപടികൾ മൂലം എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് പരിശോധിക്കുക. ഇടവകയിൽ നമ്മൾ പൊതുയോഗം ഉണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് നമ്മൾ കുമ്പസാരം നടത്തും, അല്ലേ? പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്തോ ഉദ്ദേശം? പൊതുയോഗത്തിൽ ഇന്ന കാര്യങ്ങൾ ചോദിക്കണം. അപ്പം ഈ ആത്മീയമായ അഭ്യസനം, നിഷ്ഠ, അതിൻ്റെ പിന്നിലുള്ള വികാരം എന്താണ്? പ്രതിസന്ധി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? വിശുദ്ധ കുമ്പസാരമാണ്. വിശുദ്ധ കുമ്പസാരം സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു പരിശുദ്ധമായ കുദാശയാണ്. ആ കുദാശ നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഉദ്ദേശം എന്തുവാ? പൊതുയോഗത്തിൽ ചോദ്യം ചോദിക്കണം. എവിടെ നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളതൊന്ന് സ്വയം ഒന്ന് പരിശോധിച്ച്. നമ്മൾ ആരും ഇതിനകത്ത് ഒഴിയുന്നവരല്ല, ഒഴിവാകപ്പെടുന്നവരല്ല. ഞാനും സഭയുടെ മാനേജിങ് കമ്മിറ്റിയിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നവരാ. നമ്മൾ ഏത് കൂദാശ നടത്തുന്നു, ആ കൂദാശ നടത്തുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം, യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഇതെല്ലാം വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മുടിയനായ പുത്രൻ അവൻ്റെ ഭവനത്തിൽ നിന്നും ഇറങ്ങിപ്പോക്കിൽ അവൻ്റെ കുടുംബത്തിൽ ദുഃഖം സമ്മാനിക്കുന്നു, അവൻ്റെ പിതാവിന് ദുഃഖം സമ്മാനിക്കുന്നു. എല്ലാ അനുകൂല സാഹചര്യം കൊടുത്ത ഒരു പിതാവാണ്. അപ്പോൾ അവൻ്റെ നടപടി അവൻ്റെ കുടുംബത്തിൽ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് പറയുന്നത്, അല്ലേ? പള്ളിയിൽ അനുവദിക്കപ്പെടാത്ത പ്രാർത്ഥനയ്ക്ക് പോയി എന്താ പോകുന്നത്? പ്രാർത്ഥനയ്ക്കാണ് പോകുന്നത്. പക്ഷേ അത് പള്ളിയിൽ ഇടർച്ച ഉണ്ടാക്കുക ചെയ്യുന്നത്. നമ്മൾ എന്തിനാ പോകുന്നത്? പ്രാർത്ഥിക്കുക. ഇന്ന പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകരുതെന്ന് പറയുന്നു നമ്മൾ. പക്ഷേ പോകുന്നത് എന്തിനാ? നല്ലതാകാൻ. അയ്യോ, ഞാൻ പ്രാർത്ഥിക്കാനാച്ചാ പോകുന്നത്, ഞാനല്ല ആരെയും ഉപദ്രവിക്കാം. പക്ഷെ നമ്മളും അടിസ്ഥാനപരമായിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ ഇടർച്ച ഉണ്ടാക്കുക ചെയ്യുന്നത്. ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവിടെ സൃഷ്ടിക്കുക ചെയ്യുന്നത്. നമുക്ക് സമാധാനത്തിനാണ് പോകുന്നത്, പക്ഷെ ഒരു സമൂഹത്തിൽ നമ്മൾ ദോഷം വരുത്തി വെക്കുക ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സദുദ്ദേശം എന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ എന്ന് നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിന് അല്ലെങ്കിൽ സഭയ്ക്ക് ഇടർച്ച, ദുഃഖം വരുത്തുന്നുണ്ടോ, പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് സ്വയം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നലെ ഞാൻ ട്രെയിൻ വഴി യാത്ര ചെയ്യുമ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്, പഠനമൊക്കെ ഏകദേശം കഴിയാറായത്, ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടി വന്ന് നിൽക്കുക. അപ്പോൾ എങ്ങനെയോ അവർ പിടിക്കപ്പെട്ടു അവിടെ. അപ്പോൾ അവരുടെ മാതാപിതാക്കളെ വരുത്തി അവിടെ പോലീസുമായിട്ടുള്ള ബന്ധത്തിൽ ആലോചനയൊക്കെ നടത്തി. പക്ഷെ ആ പെൺകുട്ടി ആരുടെ കൂടെ പോയി? ചെറുക്കൻ്റെ കൂടി പോയി. അവൾക്ക് ചെറുക്കൻ്റെ കൂടെ പോകാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ അവിടെ നിൽക്കുക. അപ്പോൾ അവിടെ
തീരുമാനത്തിൽ മാതാപിതാക്കൾ ദുഃഖിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം വളർത്തി വലുതാക്കി എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു മകളെക്കുറിച്ച്, എന്തെല്ലാം സ്വപ്നങ്ങളാണ്. അങ്ങനെ വളർത്തി വലുതാക്കിയ മകൾ ഒരു നിമിഷം കൊണ്ട് അവളുടേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ സ്വയം അവൾ എടുക്കുന്നു. അതായത് അവളുടെ ബുദ്ധിയിൽ അവിടെ ദൈവപ്രമാണം നിലനിൽക്കുന്ന അവളുടെ തലച്ചോറിൽ വേറൊരു പ്രമാണം അതിന് സമാന്തരമായിട്ട് അവിടെ കയറിക്കൂടി എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് അവളോട് ചോദിക്കുന്നു, ഇങ്ങനെ ആയാൽ എന്താ കുഴപ്പമെന്ന്. അപ്പോൾ ആ പ്രമാണം അവളിൽ പ്രവർത്തിച്ച് ന്യായപ്രമാണത്തെ അല്ലെങ്കിൽ വേദപ്രമാണത്തെ ഞെരുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇത് അവൾ പുതിയ തീരുമാനം എടുക്കുവാനായിട്ട് അവളെ ഇടയാക്കി എന്നുള്ളതാണ്. ആ തീരുമാനം മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അവരുടെ കുടുംബത്തിന് ദുഃഖം, അവൾ ആയിരിക്കുന്ന സഭയ്ക്ക് ദുഃഖം, അവരുടെ നാടിന് ദുഃഖം, അല്ലേ? അവളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് ദുഃഖം. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വിഷയം. നമ്മുടേതായിട്ടുള്ള ചില തീരുമാനങ്ങൾ അത് വളരെ ബുദ്ധിപരമായി നമ്മൾ നോക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായിരിക്കും. കാരണം നമ്മൾ ബുദ്ധിയുള്ളവരാ, വിദ്യാഭ്യാസമുള്ളവരാ. പക്ഷേ അത് മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാക്കുന്നോ എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിക്കുക. ഇവിടെ നയമാന്റെ തീരുമാനം, അവൻ സേനാനായകൻ എന്നുള്ള ആ പ്രൗഢിയോടുകൂടി, ഗർവോടുകൂടി അവന്റെ ബുദ്ധിതലത്തിൽ അവൻ ചിന്തിക്കുന്നു, എനിക്ക് രാജാവിന്റെ എഴുത്ത് വേണം, അപ്പോൾ എനിക്ക് സ്വീകരണം ലഭിക്കും, ഞാൻ അങ്ങനെ അങ്ങോട്ട് പോവുക എന്നുള്ള നിലയിൽ അവൻ ഇസ്രായേൽ രാജാവിനെ കാണാൻ ചെന്നപ്പോൾ ഇസ്രായേൽ രാജാവിന് ദുഃഖം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭീതി ഉളവാക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇനിയും അതിൻ്റെ വേറൊരു തലം, ഒന്ന്, നമ്മുടെ തീരുമാനങ്ങൾ ദൈവത്തിന് ഉചിതമല്ലാത്ത നമ്മുടെ തീരുമാനങ്ങൾ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കാം, സമൂഹത്തിൽ ഇടർച്ചയുണ്ടാക്കാം. ഇനി അതിൻ്റെ വേറൊരു പ്രതിസന്ധി എന്തെന്ന് വെച്ചാൽ, നാം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്നുള്ള ഒരു മിഥ്യാധാരണയിലേക്ക് നമ്മൾ നയിക്കപ്പെടും എന്നുള്ളതാണ്. ദൈവത്തിന് പ്രസാദകരം അല്ലാത്ത പ്രവർത്തനങ്ങൾ, ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നാൽ അതിൻ്റെ വേറൊരു പ്രതിസന്ധി എന്തെന്ന് വെച്ചാൽ, നാം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്നുള്ള ഒരു ചിന്ത അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരുമെന്നുള്ളതാണ്. പരാക്രമിയായ നയമാനാണ്, അദ്ദേഹത്തെ പറ്റി വേദപുസ്തകത്തിൽ പറയുന്നു, അദ്ദേഹം പരാക്രമിയാണെന്നാണ് പറയുന്നത്, ബലമുള്ളവനാണ്, ധൈര്യശാലിയാണ്. പക്ഷേ ഇസ്രായേൽ രാജാവിനെ കണ്ടതിന് ശേഷം നയമാന്റെ ഒരു പോക്കുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? അതിഗംഭീരമായ യാത്രയാണ്. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടി എലിശായുടെ വീട്ടുവാതിക്കൽ വന്ന് നിന്നു എന്നുള്ളതാണ്. എന്തെല്ലാമുണ്ട്? രഥമുണ്ട്, കുതിരകളുണ്ട്. വളരെ പ്രൗഢിയോടുകൂടി വന്ന് അദ്ദേഹം നിന്നു. രാജാവിനെ കണ്ടതിന് ശേഷമാണ്. ഒന്നുകൂടി ഞാൻ അതിശ്രേഷ്ഠനാണെന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിന്. കാരണം ഇസ്രായേൽ രാജാവ് വളരെ യഥോചിതമായി ഭംഗിയായി അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് വേണ്ട സൽക്കാരമൊക്കെ കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഞാനെന്നുള്ള ഭാവം ഒന്നുകൂടി അതിശക്തമായിട്ട് അങ്ങ് വളരുകയാണ്. വളർന്നതിന് ശേഷം ഈ രഥത്തോടും കുതിരകളോടും കൂടി ഈ ദൈവപുരുഷന്റെ എലിശായുടെ ഭവനത്തിലേക്ക് അദ്ദേഹം ചെല്ലുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാം? അദ്ദേഹത്തെ ഒരു മനുഷ്യൻ പോലും സ്വീകരിക്കാനില്ലായിരുന്നു. ഒച്ചപ്പാടോടുകൂടി ഈ ഇസ്രായേൽ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ യാത്ര തുടരുകയാണ്. പക്ഷെ എലിശായുടെ വീട്ടിൽ ചെന്നപ്പോൾ സംഗതി അങ്ങ് മാറി. ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തെ സ്വീകരിക്കാനില്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? എലിശാ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്നും ദൂരെ നോക്കിയപ്പോൾ കണ്ടു രഥം, കുതിരകൾ. ഒരുപക്ഷെ ടെലിഫോണൊന്നും ഇല്ലെങ്കിലും ദൂതൻ മുഖാന്തരം ഇസ്രായേൽ രാജാവ് എലിശാ പ്രവാചകനെ അറിയിച്ചു കാണും ഒരു മനുഷ്യൻ വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നപ്പോൾ എലിശാ പ്രവാചകൻ എന്താ ചെയ്യുന്നറിയാമോ? ഒരു വേലക്കാരനെ അങ്ങോട്ട് അയച്ചു, റോഡിലോട്ട് അയച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പൊ ഇങ്ങോട്ട് കയറണ്ട, നീ എന്ത് ചെയ്യണം? നീ യോർദാൻ നദി എന്ന് പറഞ്ഞൊരു നദി ഇവിടെ ഉണ്ട്, 7 പ്രാവശ്യം പോയി കുളിച്ചേച്ചിങ് വരാൻ പറഞ്ഞു. നമുക്കാണെങ്കിൽ പ്രയാസം വരുമല്ലോ അല്ലേ? ഒന്നാലോചിച്ചേ. എലിശാ പ്രവാചകൻ പോലും ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിച്ചെല്ലാതെ അദ്ദേഹത്തിന്റെ ബാല്യക്കാരനെ റോഡിലോട്ട് അയച്ചിട്ട് പറയുന്നു, നീ ഒരു കാര്യം ചെയ്ത് യോർദാൻ നദി എന്ന് പറയുന്ന ഒരു നദി ഇവിടെയുണ്ട്, നീ അവിടെ പോയി
കുളിച്ചേച്ചിങ് വരാൻ പറഞ്ഞു. അപ്പോൾ അത്രമാത്രം നാണംകേട് അദ്ദേഹത്തിന് ഉളവാക്കി എന്നുള്ളതാണ്. വളരെ പ്രൗഢിയോടുകൂടി വന്ന ഒരു മനുഷ്യന് ലഭിച്ചതായിട്ടുള്ള സ്വീകരണം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ രഥവും കുതിരയും ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല, ആവശ്യവുമില്ല. നമ്മുടെയൊക്കെ ധാരണ നമ്മുടെ വരവ് കാണുമ്പോൾ ദൈവം ഒന്ന് കുനിയുമെന്നാണ്. ഇതൊന്നും ദൈവത്തിന് പ്രശ്നം. പരീശൻ വന്നാലും ചുങ്കക്കാരൻ വന്നാലും ഈ ദേവാലയത്തിൽ വന്നാൽ ഒരുപോലെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാം ഈ നിലത്തിരിക്കുന്നത്. വയ്യാത്തവർ കസേരയിരുന്നു, അതിന് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ നിലത്തിരിക്കുന്നതിൻ്റെ കാരണമാണ്. ഇവിടെ ഒരു ഡോക്ടർ വന്നാലും, ഇവിടെ ഒരു ഓഫീസിലെ പിയൂൺ വന്നാലും, ഇവിടെ ഒരു സുപ്രീം കോടതി ജഡ്ജി വന്നാലും എവിടെ ഇരിക്കും? നിലത്തിരിക്കും. അതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ആരും ഒന്നുമല്ല, എല്ലാവരും സമന്മാരാണെന്ന് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു സ്ഥലമാണ് എവിടെ? ഇവിടെ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ വലിയൊരു ഉദ്യോഗസ്ഥനോ വന്നോ എനിക്കൊരു കസേര വേണമെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്നാലോ സ്ഥിതി മാറി, അല്ലേ? ഒരു ഓഫീസിലെ മാനേജരും ഒരു പിയൂണും ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ ഇവിടെ വന്നാൽ അവരെവിടെ ഇരിക്കും? രണ്ടുപേരും അടുത്തടുത്ത് ഇരിക്കും. പക്ഷെ ഓഫീസിൽ ചെന്നാലോ രണ്ടുപേരും അടുത്തടുത്ത് ഇരിക്കുമോ? ഇല്ല. ഇതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലും മനുഷ്യന്റെ സ്വഭാവത്തിലും അല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിക്കുന്നതായിട്ടുള്ള ലോകത്തിൻ്റെയും സ്ഥിതി തമ്മിൽ വളരെ വ്യത്യാസമാണ്. ഞാൻ കോഴിക്കോട് കത്തീഡ്രൽ പള്ളിയിൽ ഇരിക്കുമ്പോൾ, വികാരിയായിട്ടിരിക്കുമ്പോൾ, നമ്മുടെ മാറാട് പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ടിരിക്കുന്ന സമയമാണ്. അതിൻ്റെ സ്പെഷ്യൽ ജഡ്ജ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശിയ, നമ്മുടെ സഭാംഗമാണ്. അദ്ദേഹം ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ, അതിൻ്റെ ചെയർമാനായിട്ടിപ്പം സേവനമനുഷ്ഠിക്കുന്ന. അപ്പോൾ അദ്ദേഹം ആ പള്ളിയിൽ ശനിയാഴ്ച കുർബാനയുണ്ട്, 7 മണിക്ക് കുർബാന ആരംഭിക്കും. അപ്പോൾ ഈ മാറാട് കേസുമായി ബന്ധപ്പെട്ട് ഈ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി മിക്കവാറും കോഴിക്കോട് വരുമ്പോൾ അദ്ദേഹം താമസിക്കുന്ന താജ് ഹോട്ടലിലാണ്. കോഴിക്കോട്ടെ ഏറ്റവും നല്ല ഹോട്ടലിലായിരിക്കും അദ്ദേഹം താമസിക്കുന്നത്. ഗവൺമെന്റിന്റെ ആളാണ്, ഗസ്റ്റ് ആണ്. അതുകൊണ്ട് അദ്ദേഹം താജ് ഹോട്ടലിലാണ് താമസിക്കുന്നത്. 7 മണിക്ക് കുർബാന തുടങ്ങുന്നതിന് മുൻപേ അദ്ദേഹം പള്ളിയിൽ ഹാജരായിരിക്കും. ഞാൻ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയുക, അവിടെ വരേണ്ട യാതൊരു ആവശ്യവും അദ്ദേഹത്തിനില്ല. സുഖമായി ഉറങ്ങിക്കിടന്ന് 10 മണിക്ക് കോർട്ടിൽ ചെല്ലേണ്ട ഒരു മനുഷ്യൻ 7 മണിക്ക് മുൻപേ ദേവാലയത്തിൽ ഹാജരായിരിക്കും. അദ്ദേഹം വരുന്നത് രഥത്തോടും കുതിരയോടും കൂടിയാ. എങ്ങനെ വരുന്നതെന്നറിയാമോ? അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ അതിന് പറയുന്ന ആരാ? സുബേദാരോ സബിദാരോ ഒരു പേരൊക്കെ ഉണ്ടല്ലോ അല്ലേ, കൂടുള്ള ആള്, ഹവീൽദാരോ എന്താ അറിയത്തില്ല. എന്തായിരുന്നാലും ആ മനുഷ്യൻ ഒരു തൊപ്പിയൊക്കെ വെച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. ഈ മനുഷ്യൻ എവിടെ നിൽക്കും? വെളിയിൽ നിൽക്കും. പള്ളി കയറുമോ? പള്ളി കയറത്തില്ല. എന്നിട്ട് അദ്ദേഹം പള്ളിയിൽ കയറി എവിടെ വന്നിരിക്കും? പുറകിൽ ബെഞ്ചുണ്ട്, എവിടെ വന്നിരിക്കും അദ്ദേഹം? ബെഞ്ചിലും ഇരിക്കില്ല. അദ്ദേഹം പള്ളിയിൽ മുന്നേ വന്ന് നിലത്തിരിക്കും. അവിടെ നല്ല ബെഞ്ച് കിടപ്പുണ്ട്, ബെഞ്ചിലും ഇരിക്കത്തില്ല. മുന്നേ വന്ന് നിലത്തിരിക്കും. നിലത്തിരുന്ന് വിശുദ്ധ കുർബാന കഴിഞ്ഞ് കൈമുത്തിക്കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അന്നേരം അദ്ദേഹം പോകും. കാരണം അദ്ദേഹത്തിന് താല്പര്യമില്ല. ഞാൻ ജഡ്ജാണെന്ന് പറയാനോ ഒന്നും താല്പര്യം ഉണ്ടാകുകയില്ല. ഒരു ദിവസം ഞാൻ കൈമുത്താൻ സമയത്താണ് താങ്കൾ ജസ്റ്റിസ് അല്ലേ എന്ന് ചോദിച്ച് അങ്ങനെ പരിചയപ്പെടുകയായിരുന്നു. എന്നുവെച്ചാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രഥത്തോടും കുതിരകളോടും കൂടി ദൈവസന്നിധിയിൽ വന്നാൽ ദൈവം ഒരിക്കലും സ്വീകരിക്കത്തില്ല, എത്ര ഉന്നതന്മാരായിരുന്നാലും. അതുകൊണ്ട് എങ്ങനെ നാം ദൈവസന്നിധിയിൽ വരണം, നാം എങ്ങനെ ആയിരിക്കണം, നാം ഏതെല്ലാം തലത്തിൽ ഉയർത്തപ്പെട്ടാലും ഔന്നത്യങ്ങളിൽ എത്തപ്പെട്ടാലും ദൈവസന്നിധിയിൽ നാം സമന്മാരാണ്. നമുക്ക് 6 അടി മണ്ണിന്റെ ആവശ്യമേ ഉള്ളൂ. ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ നല്ല ജോലിയുള്ളവർക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ 10 അടിയും, ഭിക്ഷയാചിക്കുന്നവന് 2 അടിയുമല്ല. എല്ലാവർക്കും 6 അടി മണ്ണ്. 6 അടി മണ്ണിന്റെ അവകാശികൾ മാത്രം നാം. ഈ സത്യം നമ്മുടെ ജീവിതം ഇവിടെ പരിമിതമാണ്. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്കറിയാം അവരുടെ ബാല്യകാലം. ഒരു ഫ്ലാഷ് ബാക്ക് പുറകിലോട്ടൊന്ന് പോയി എത്ര പെട്ടെന്നാണ് നമ്മുടെ വളർച്ച. യൗവനം,
മധ്യപ്രായം, വാർദ്ധക്യം. ഇനി മനുഷ്യൻ വേറൊരു ലോകത്തേക്ക്, അല്ലേ? അപ്പോൾ വളരെ ഷോർട്ട് പീരീഡാണ് മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത്, ഷോർട്ട്. പക്ഷെ നമ്മുടെയൊക്കെ എന്ന് പറഞ്ഞ ചിന്ത, നമ്മൾ എന്തൊക്കെയോ ആണ്. ഒരു ഭവനം പണിത് കഴിഞ്ഞാൽ തേക്കിൻ്റെ വാതിൽ എന്തിനാണെന്നറിയാമോ? അടുത്ത തലമുറയ്ക്ക് കൂടെ വെക്കണം. മുല്ലപ്പെരിയാർ എന്നിട്ട് പൊട്ടാൻ പോവാന്നാ പറയുന്നത്. ഇതെല്ലാം പറന്ന് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് ആലോചിച്ച്. അപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതുകൊണ്ട് നല്ലവരായിട്ട് ജീവിക്കുക, അതിനപ്പുറം ഒന്നുമില്ല. നമ്മളെ ദൈവം ഏത് മേഖലയിലാക്കിയാലും അവിടെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക, അതിനപ്പുറം ഈ ലോകത്തിൻ്റെ പ്രൗഢിക്ക് യാതൊരു കാര്യവുമില്ല. നല്ലവരായി ജീവിക്കുക എന്നത് മാത്രം. ചിലർ കൃഷിക്കാരാകാം, ചിലർ നല്ല ഉന്നത സ്ഥാനം വഹിക്കുന്നവരും. അതെല്ലാം ദൈവത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരവസരം മാത്രം, ഒരവസരം. അതിനപ്പുറം ഈ നിലനിൽക്കുന്നതായിട്ടുള്ള സ്ഥാനങ്ങളായിട്ട് ഇന്നും ഇതിനെ നാം കാണരുത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഈ വിഷയങ്ങളെയൊക്കെ മനസ്സിലാക്കിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു. നയമാനെ പോലെയല്ല. അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. 51-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപാകെ ഇരിക്കുന്നു. വലിയൊരു മനുഷ്യനാണ്, ഒരു രാജാവാണ്. പക്ഷേ ആ രാജാവ്, അദ്ദേഹത്തിന് മറ്റു നേട്ടങ്ങളോ ശ്രേഷ്ഠതകളോ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം പറയുന്നു, എൻ്റെ പാപം എൻ്റെ മുൻപാകെ ഇരിക്കുന്നു. തലയിൽ കിരീടമില്ല. കിരീടം അദ്ദേഹം അഴിച്ചു വെച്ചു ദൈവസന്നിധിയിൽ വന്നപ്പോൾ. നമ്മളൊക്കെ ദൈവസന്നിധിയിൽ വന്നാൽ നമ്മുടെ കിരീടങ്ങളൊക്കെ തലയിൽ തന്നെ, ഞാനെന്ന ഭാവം, ഇതൊക്കെ നമ്മുടെ തലയിൽ തന്നെ ഇരിക്കുന്നത് വലിയ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കും. ദൈവം എന്ത് പ്രാർത്ഥന ആഗ്രഹിക്കുന്നത്? 51-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്. അതാണ് ഏറ്റവും വലിയ യാഗം എന്ന് പറയുന്നത്. നാം നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ തകർന്ന മനസ്സ്, വേദനിക്കുന്ന ഹൃദയം, അതിനപ്പുറം ദൈവത്തിന് യാതൊരു കാഴ്ചയും ആവശ്യമില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നുള്ള മനസ്സിലായി. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കില്ല. ഇവിടെ നയമാനെ നിരസിച്ചു. നയമാനെ ഭവനത്തിൽ കയറ്റിയില്ല, നീ പോയി കുളിച്ചേച്ചു വാന്ന് പറഞ്ഞു. പക്ഷേ സ്വീകരിച്ചേനെയും എന്താണ്? തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ആരും നിരസിക്കില്ല. ദൈവം ഒരിക്കലും നിരസിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യഥാർത്ഥ അനുതാപത്തോടുകൂടി ദൈവം നമ്മളെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ദൈവസന്നിധിയിലേക്കുള്ള വരവ് അത് സ്വീകരിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാ വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം. നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ മറ്റുള്ളവർക്ക്
അസ്വസ്ഥത സൃഷ്ടിക്കുന്നവരാണോ എന്നുള്ളത് നാം ഒന്ന് പരിശോധിക്കുക. അതേപോലെ തന്നെ ദൈവസന്നിധിയിൽ നമ്മുടേതായിട്ടുള്ള ശ്രേഷ്ഠതയ്ക്ക് യാതൊരു വിധമായിട്ടുള്ള അംഗീകാരവും ലഭിക്കുകയില്ല. ഈ നയമാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നതായിട്ടുള്ള വേറൊരു പ്രതിസന്ധി എന്തെന്ന് വെച്ചാൽ, താൻ നേടിയവയെക്കുറിച്ചുള്ള അഹങ്കാരമായിരുന്നു അദ്ദേഹത്തിന്. എന്തൊക്കെയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ നേടി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എനിക്കെന്തൊക്കെയോ ഉണ്ടെന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങണമെന്നാണ് അദ്ദേഹത്തോട് എലിശ ആവശ്യപ്പെട്ടത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാല്യക്കാരനെ പറഞ്ഞു വിട്ട് അദ്ദേഹത്തോട് ആ കാര്യം കൈമാറുന്നത്. ഉടനെ ഈ നയമാന്റെ പ്രതികരണം ശ്രദ്ധിക്കുക. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. അദ്ദേഹം പറയുകയാണ്, ദമ്മശേക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാട്ടിലും നല്ലതല്ലയോ? അതായത് എൻ്റെ നാട്ടിൽ 2 നദിയുണ്ട്, ഈ അബാനയും പർപ്പരും. ഈ ഇസ്രായേൽ ദേശത്ത് വന്ന് ഈ യോർദാൻ നദിയിൽ മുങ്ങേണ്ട ആവശ്യമൊന്നും എനിക്ക് ഇല്ല. ഞാനൊരു സേനാനായകനാ, ഞാൻ പറഞ്ഞാൽ എന്നെ അവരെടുത്തുകൊണ്ട് പോകും. അവിടെയുള്ള വെള്ളങ്ങളെക്കാൾ ശ്രേഷ്ഠമാണോ യോർദാനിലെ വെള്ളം എന്ന് പറയുന്നത്? എത്രമാത്രം അഹങ്കാരമാണ്! ഇത് പറഞ്ഞിട്ടാണ് അദ്ദേഹം ക്രുദ്ധനായിട്ട് തിരിച്ചു പോകുവാനായിട്ട് ശ്രമിക്കുന്നത്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യോർദാന്റെ മഹത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പലപ്പോഴും യോർദാന്റെ മഹത്വം അറിയാൻ കഴിഞ്ഞിട്ടില്ല. നമ്മിലെ ഞാനെന്നുള്ള ഭാവം, എനിക്കുള്ളത് ഏറ്റവും ശ്രേഷ്ഠം, മറ്റൊന്നും അതിനോട് കിടപിടിക്കില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവ് അദ്ദേഹത്തിന്റെ സ്വന്തം പണം കൊണ്ട് ഒരു കൊട്ടാരം പണിതു. എന്നിട്ട് അദ്ദേഹം ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നിന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ, ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹിതയാം ബാബേൽ അല്ലയോ? എൻ്റെ പണം ഉപയോഗിച്ച് എൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ പണിത കൊട്ടാരമാണിത്. അദ്ദേഹം മട്ടുപ്പാവിൽ നിന്ന് പ്രഖ്യാപിക്കുക. പക്ഷേ എന്താണ് സംഭവിച്ചത്? ദൈവത്തിന്റെ ശബ്ദം വന്നു, അഹങ്കാരിയായ നെബൂഖദ്നേസരേ, നീ എന്താ പറഞ്ഞത്? നിന്റെ പണമാണ്, നിന്റെ മഹത്വത്തിനായിട്ട് നീ പണിതോ? ദൈവം പറയുന്നു, നെബൂഖദ്നേസരേ, രാജ്യത്തിൽ നിന്നെ വിട്ടുനീങ്ങിയിരിക്കുന്നു. വിരൂപത്വമുള്ള ഒരു ജീവിയായിട്ട് അദ്ദേഹം മാറ്റപ്പെട്ടു എന്നാണ് പറയുന്നത്, വേദപുസ്തകത്തിൽ പറയുന്നു. അപ്പൊ നമ്മുടെ ധാർഷ്ട്യം, ഞാൻ നേടിയത്, ഞാൻ സമ്പാദിച്ചത് എൻ്റെ ധനം കൊണ്ട്, എൻ്റെ മഹിമ കൊണ്ട്, എൻ്റെ ബലം കൊണ്ട്, ഇതൊക്കെ പറയുമ്പോൾ പോയ വഴി കാണത്തില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ലിബിയ ദേശം ഭരിച്ച ഒരു ഭരണാധികാരി കേണൽ ഗദ്ദാഫി എത്ര വർഷം ഭരിച്ചെന്നറിയാമോ? 42 വർഷം ഒരു ദേശം ഭരിച്ച ഒരു ഭരണാധികാരിയാണ് കേണൽ ഗദ്ദാഫി എന്ന് പറയുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ധനം അല്ലെങ്കിൽ പണം കുന്നുകൂട്ടി. അദ്ദേഹത്തിന് വിവിധ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, 27-ാം വയസ്സിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാകുവാൻ അവസരം കൊടുത്ത ഒരു മനുഷ്യനാ കേണൽ ഗദ്ദാഫി എന്ന് പറയുന്നത്. 42 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചു. കൊട്ടാരം പണിതു, കൊട്ടാരത്തിൽ വസിച്ചവൻ. പക്ഷെ അവസാനം എവിടെ കിടന്നതെന്ന് അറിയാമോ? നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ വായിക്കുകയും കാണുകയും ചെയ്തു. എവിടെയാ കിടന്നത്? അഴുക്ക് വെള്ളം ഒഴുകുന്ന പൈപ്പിനകത്ത് ഒളിച്ചിരുന്നു. നമുക്ക് ചിന്തിക്കാമോ? കൊട്ടാരത്തിൽ കഴിഞ്ഞ ഒരു മനുഷ്യൻ, എല്ലാ മഹത്വവും അനുഭവിച്ച ഒരു മനുഷ്യൻ, 42 വർഷക്കാലം അനുഭവിച്ച ഒരു മനുഷ്യൻ
ഒരു ദിവസം എവിടെ കിടക്കുന്നു? അഴുക്കുചാല് വെള്ളം പോകുന്ന അതിനകത്തുനിന്ന് വിമത നേതാക്കന്മാർ അദ്ദേഹത്തെ വലിച്ച് വെളിയിലോട്ടിട്ടിട്ട് തല്ലി കൊന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ അന്നേരം സ്വർണ്ണത്തോക്കുണ്ടായിരുന്നാ പറഞ്ഞ്. അദ്ദേഹത്തിന്റെ കയ്യിലാണ്, അദ്ദേഹത്തിന്റെ മകന്റെ കയ്യിലായിരുന്നു. അപ്പൊ കൊല്ലാൻ നേരത്ത് അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയാമോ? എന്നെ ഡോണ്ട് ഷൂട്ട് മീ, എന്നെ വെടിവെക്കരുതേ, പ്ലീസ് എന്നെ ഷൂട്ട് ചെയ്യരുതേ, അരുതേ. വെടിവെക്കാൻ ഓർഡർ ഇട്ട ഒരു മനുഷ്യനാ. 42 വർഷക്കാലം അവനെ വെടിവെക്ക്, ഇവനെ വെടിവെക്ക് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അഴുക്ക് ചാലി കിടന്നുകൊണ്ട് പറയാം എന്നെ വെടിവെക്ക്. മനുഷ്യന്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചിന്തിച്ചാൽ മതി. കൂടുതൽ ഉദാഹരണത്തിനൊന്നും പോകണ്ട. കൊട്ടാരം ഓവിച്ചാൽ. അപ്പം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. രാജൻ പിള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ബിസ്ക്കറ്റ് രാജാവായിരുന്നു അല്ലെ, രാജൻ പിള്ള. അദ്ദേഹം അവസാനം മരുന്ന് പോലും കിട്ടാതെ ജയിലിൽ കിടന്നാ മരിച്ചത്. കൊട്ടാരത്തിൽ വസിച്ച ഒരു മനുഷ്യനാണ്. അധിക ദിവസമൊന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ഈ ലോകത്ത് അനുദിനം നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളിൽ കൂടി ഒന്ന് കണ്ണോടിച്ചാൽ മതി. മാധ്യമങ്ങളിൽ കൂടി നമ്മുടെ മുമ്പിൽ വരുന്നതായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ആരാണ്, നിങ്ങൾ ആരാണ് എന്ന് സ്വയ അവബോധം നമ്മളിൽ വരുത്തുവാൻ ഉതകുന്നതായിട്ടുള്ള സംഭവങ്ങളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കുക. പാട്ടുകാരൻ പാടുന്നുണ്ട്, എൻ്റെ സമ്പത്തും എൻ്റെ ധനവും നീ എനിക്കു തന്നതൊക്കെയും, എൻ്റെ സമ്പത്തും എൻ്റെ ധനവും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു. നമുക്ക് സമ്പത്ത് ഉണ്ടാകണം. കർത്താവ് പറഞ്ഞു, ധനവാൻ സ്വർഗത്തിൽ കിടക്കുന്നത് പ്രയാസം. ഈ ധനവാൻ എന്ന് പറയുന്നത് പണം കൂടുതലുള്ളവരെ ഉദ്ദേശിച്ചല്ല കർത്താവ് പറഞ്ഞത്. പണത്തിന് വേണ്ടി ജീവിക്കുന്നവൻ, അവൻ ധനമുള്ളവനാണെങ്കിലും ദരിദ്രനാണെങ്കിലും അവൻ ആരാ? അവൻ ധനവാനാ. അതുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ കർത്താവ് കണ്ടുകൊണ്ട് പറഞ്ഞതല്ലത്. ധനത്തെ എങ്ങനെ കാണുന്നു മനുഷ്യൻ? മറ്റുള്ളവർക്കൊന്നും കൊടുക്കാതെ തനിക്ക് തന്നെ എന്ന് ചിന്തിക്കുന്നവൻ, എനിക്ക് വളരണം, ഞാൻ എൻ്റെ കളപ്പുര പൊളിച്ചു പണിയും, ഇങ്ങനെയുള്ള ചിന്തയിൽ മാത്രം ജീവിക്കുന്നവൻ, അയൽക്കാരനെ കാണുവാൻ കണ്ണില്ലാത്തവൻ, അവനാണ് ധനവാൻ. എത്രയോ നല്ല മനുഷ്യരുണ്ട്, പണമുള്ളവർ, ദാനധർമ്മം ചെയ്യുന്ന എത്രയോ നല്ല മനുഷ്യരുണ്ട്. അതുകൊണ്ട് പണത്തിന്റെ അളവല്ല ധനത്തെ, ധനവാൻ എന്നുള്ള പദത്തെ ഡിഫൈൻ ചെയ്യുന്നത്. പണമുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള ധനം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അതിനെ കൈകാര്യം തൽക്കാലം കുറെ നാളത്തേന് കൈകാര്യം ചെയ്യുവാൻ കാര്യവിചാരങ്ങളാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അതിനപ്പുറമൊന്നുമില്ല. എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജോലിയുണ്ട്, ഇത് അല്പകാലത്തേക്ക് കൈകാര്യം ചെയ്യുവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അതിനപ്പുറം ആധാരം കൈ വെച്ച് പെട്ടി വെച്ച് പൂട്ടിയാലൊന്നും രക്ഷയൊന്നുമില്ല. അതുകൊണ്ട് ആ ഷോർട്ട് പീരീഡ്, ആ കുറച്ച് കാലയളവിൽ ഭംഗിയായി ഇതിനെ ഒന്ന് കൈകാര്യം ചെയ്യും. മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള രീതിയിൽ അതിനെ ഒന്ന് കൈകാര്യം ചെയ്യുക. അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി. അതിനപ്പുറം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പാളിയ ഈ നയമാൻ മറ്റുള്ളവർക്ക് അസ്വസ്ഥത സൃഷ്ടിച്ചു. താൻ ശ്രേഷ്ഠനെന്ന് സ്വയം അദ്ദേഹം ചിന്തിച്ചു. അതേപോലെ തന്നെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരെന്ന് ചിന്തിച്ചു. താൻ നേടിയതിനെ കുറിച്ചുള്ള അഹങ്കാരം അദ്ദേഹത്തിനുണ്ടായി. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ദോഷവശങ്ങളായിട്ട് നമുക്ക് കാണാമെങ്കിലും ഈ മനുഷ്യനിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകുന്നു. അതുകൂടി പറഞ്ഞെൻ്റെ വാക്ക് അവിടെ അവസാനിപ്പിക്കുക. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതെന്താണ്? ഒരു പുതിയ മനുഷ്യനായിട്ട് അദ്ദേഹം രൂപാന്തരപ്പെടുന്നുണ്ട്. എന്താണെന്നറിയാമോ? ക്രോധത്തോടു
അല്ലെങ്കിൽ ക്രുദ്ധനായി തിരികെ ഈ 7 പ്രാവശ്യം നീ മുങ്ങിക്കുളിക്കാൻ പറഞ്ഞിട്ട് സമ്മതിക്കാതെ ദേഷ്യപ്പെട്ട് തിരിച്ചു പോകുന്ന നയമാനോട് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു വേലക്കാരൻ പറഞ്ഞു, യജമാനനെ, അങ്ങ് ചെയ്യുന്നത് ശരിയല്ല. അതൊരു ദൈവമനുഷ്യനാണ്. താങ്കൾ അദ്ദേഹം പറഞ്ഞത് ഒന്ന് കേൾക്കുക. യോർദാനിൽ പോയി ഒന്ന് കുളിക്കുക. വലിയ കാര്യമൊന്നും അദ്ദേഹം പറഞ്ഞില്ലല്ലോ. വെള്ളത്തിലൊന്ന് കുളിക്കണമെന്ന് നല്ല കാര്യമല്ലേ? അത് താങ്കളൊന്ന് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കുക, വലിയ മനുഷ്യരൊന്നും അല്ല, സാധാരണ ഒരു വേലക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിനെ വ്യത്യാസപ്പെടുത്തുവാൻ സാധിച്ചു. നമ്മൾ ഒരു സമൂഹത്തിൽ, ഒരു ദേശത്തിൽ രൂപാന്തരം വരുത്തണമെങ്കിൽ വലിയ ആളുകളൊന്നും ആകണമെന്നില്ല. നമ്മുടെ പള്ളിയിലൊക്കെ എത്രയോ വിശുദ്ധന്മാരായ മനുഷ്യരുണ്ടെന്ന് ആലോചിച്ച്, എത്രയോ നല്ല മനുഷ്യർ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച്. പണമൊന്നും കാണത്തില്ല, ചിലപ്പോൾ പണക്കാരാകാം, പണമുള്ളവരാകാം, അല്ലാത്തവരാകാം. നല്ല മനുഷ്യർ ഒത്തിരി പേരുണ്ട്. ആരോടും ഒരു പകയില്ലാതെ സ്നേഹമായി സംസാരിക്കുന്ന, മറ്റുള്ളവരെ കരുതുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർ. ഈ ലോകത്തിൽ ഈ ഒരു കുഴപ്പമില്ലാത്ത പോക്കിന് കാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഇവരൊക്കെ എന്ന് പറയുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ആര്? ഈ നയമാന്റെ ഈ ബാല്യക്കാരൻ. അദ്ദേഹം പറയുന്നു, താങ്കളൊന്ന് കുളിച്ചേച്ച് പോകൂ. വലിയ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്പർശിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം എന്തു ചെയ്തു? 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചു. മുങ്ങിക്കുളിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയ ബാലന്റെ ശരീരം പോലെ അദ്ദേഹത്തിന്റെ ശരീരമായെന്ന് പറഞ്ഞ് പൂർണ്ണമായി അദ്ദേഹം ശുദ്ധനായി. നമ്മൾ മനസ്സിലാക്കുക, എൻ്റെ നാട്ടിൽ വലിയ നദിയുണ്ട്. എന്താ പറഞ്ഞത് അല്ലേ? ശ്രേഷ്ഠമായ നദികൾ എൻ്റെ ദേശത്തുണ്ടെന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി. നയമാൻ പറഞ്ഞ ഒരു കാര്യം കേൾക്കണോ? 2 രാജാക്കന്മാർ 5-ാം അധ്യായം 17-ാം വാക്യം. കണ്ടോ? എലീശായോട് പറയാ, ഞാൻ പറഞ്ഞു ഇവിടുത്തെ വെള്ളം മോശമാണ്, എൻ്റെ നാട്ടിലെ വെള്ളമാ നല്ലതെന്ന്. എനിക്കെല്ലാം മനസ്സിലായി. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, 2 കോവർ കഴുത ചുമട് മണ്ണ് അടിയന് തരണേ. അപ്പോൾ നയമാൻ അദ്ദേഹത്തിന് സമ്മാനം കൊണ്ട് മൂടാൻ ശ്രമിച്ച എലീശ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. അപ്പോൾ നയമാൻ ഒരു അപേക്ഷ പറയാ, എനിക്ക് ഈ നാട്ടിലെ 2 ചുമട് മണ്ണ് തരണമെന്ന്. അപ്പൊ ഈ ഒരു ഭാവമാണ് നമുക്ക് വേണ്ടത്. നമ്മുടേതൊന്നും ശ്രേഷ്ഠതയുള്ളതല്ല, അതിനപ്പുറം ശ്രേഷ്ഠമായ അനേക കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ്. നാം ഈ സഭയിൽ ജനിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും അനുഗ്രഹകരമായ ഒരവസ്ഥയാണ്. സഭയാകുന്ന യോർദാൻ 7 പ്രാവശ്യം മുങ്ങുക. അത് മറ്റേ ആ മുങ്ങലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 7 പ്രാവശ്യം മുങ്ങുക എന്ന് പറഞ്ഞാൽ 7 വിശുദ്ധമായ കൂദാശയാണ്. 7 വിശുദ്ധമായ കൂദാശ ഉൾക്കൊള്ളുന്ന ഒരു യോർദാനാണ് നമ്മുടെ സഭ എന്ന് പറയുന്നത്. അതാണ് സഭ പരിശുദ്ധമെന്ന് പറയുന്നത്. പരിശുദ്ധിയുടെ പൂർണ്ണതയാണ് ആ 7. ആ 7 കൂദാശയും ഉൾക്കൊള്ളുമ്പോൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പരിപൂർണനാകുക. നീ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുക എങ്കിൽ നീ ഈ 7 കൂദാശകളും സ്വീകരിക്കുക. ഈ യോർദാനാകുന്ന സഭയിലെ ഈ 7 കൂദാശകളും നീ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു സഭയാണിത്. ആ സഭയിൽ തൻ്റെ തപോനിഷ്ഠകളിൽ ജീവിച്ച് ഈ പുതിയ തലമുറയ്ക്ക് അനേക അമൂല്യങ്ങളായിട്ടുള്ള അനുഗ്രഹകരമായ പ്രാർത്ഥനകളും നിഷ്ഠകളും കൈമാറിയ ഒരു വലിയ പിതാവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. തീർച്ചയായും എലിശാ പ്രവാചകനെ പോലെ ഒരു വലിയ പ്രവാചകന്റെ, ഒരു പരിശുദ്ധന്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിലപാടുകൾ എങ്ങനെയായിരിക്കണം ഒന്ന് ചിന്തിച്ചേ. നാം കുതിരകളിലും അല്ലെങ്കിൽ മറ്റ് ശ്രേഷ്ഠമായ നിലകളിലും സംഘത്തോടൊപ്പം ഒരുപക്ഷെ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം ഒന്ന് ഇറങ്ങി ഏതിൽ കയറണം? നമ്മൾ കഴുതയിൽ കയറണം. കർത്താവ് എന്തിൽ സഞ്ചരിക്കണമെന്ന് നമ്മളെ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. കഴുതയിൽ സഞ്ചരിക്കുവാൻ. കുതിരയെ കൊണ്ടു കൊടുത്തിട്ട് കർത്താവ് സ്വീകരിച്ചില്ല രാജാക്കന്മാരുടെ വാഹനം.
കഴുതയിൽ സഞ്ചരിച്ച് കുരിശോളം നടന്നു എന്നുള്ളതാണ്. കഴുതയിൽ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ കാൽവരി കുരിശോളം നമുക്ക് നടക്കുവാൻ സാധിക്കരുത്. ത്യാഗത്തിന്റെ ഉന്നത സോപാനത്തിൽ എത്തുവാൻ കഴുതയിൽ സഞ്ചരിക്കണം. കുതിരകളെയൊക്കെ ഒന്ന് മാറ്റിക്കളയുക. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവർക്ക് നമ്മൾ കുതിരകളെ സമ്മാനിക്കാറുണ്ട്. എന്താണെന്നറിയാം? പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ മൊബൈൽ ആകുന്ന കുതിരയെ കൈ കൊടുക്കും. അല്ലെങ്കിൽ പൂർത്തിയാകുന്നതിന് മുമ്പേ ബൈക്കാകുന്ന, ഇപ്പം 100cc ഒക്കെ പോയി 150cc, അബവ് 150cc ആയി കട്ട വെച്ച് കുതിച്ചു പായണ്ടേ പിള്ളേർ. ഇതാണ്, ഇങ്ങനെയുള്ള കുതിരകളെ അവർക്ക് സമ്മാനിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? ഫോൺ വിളിച്ചാൽ ഔട്ട് ഓഫ് റേഞ്ചാ, എവിടെയാണെന്ന് അറിയില്ല എന്നുള്ളതാണ്. കുതിര പറക്കുന്നത് പോലെ ബൈക്കുകൾ പറന്നു പോവുകയാണ്. അപ്പോൾ നാം എന്തെല്ലാം അവർക്ക് സമ്മാനിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കുക. അവരാവശ്യപ്പെടും. അരാം രാജാവിനോട് ശുപാർശക്കത്ത് ആവശ്യപ്പെട്ട നയമാനെ പോലെ പലതും മക്കൾ ആവശ്യപ്പെടാം. എനിക്ക് ഇന്നത് വേണം, ഇന്നത് വേണം. 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അവർ സമ്മതിക്കുകയില്ല, അവർ ദേഷ്യപ്പെട്ടു പോകാം. ഇവിടെ നല്ല ഉപദേശങ്ങൾ ആവശ്യമാണ്. അവരെ നേർവഴിയിൽ നയിക്കുവാൻ തക്ക വിധം നല്ല സതുദ്ദേശപരമായ ഉപദേശങ്ങൾ ഇന്ന് ആവശ്യമാണ്. ഈ തരത്തിലുള്ള ഒരു ആത്മീക ജീവിതമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എൻ്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കുക. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ നമ്മുടെ ആരാധനകളെ അർപ്പിക്കുക, ഇതൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. പരിശുദ്ധ പരിമല തിരുമേനിയെ ഒരുപക്ഷെ സ്വാധീനിച്ചത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ദൈവത്തിന്റെ ബലം ധരിച്ചവനായിരുന്നു പരിശുദ്ധ പിതാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ മനസ്സിൽ എന്തുണ്ട്? സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ഈ ദേവാലയം സിയോനിലേക്കുള്ള അനേക പെരുവഴികൾ പുറപ്പെടുന്ന ഒരു സംഗമ സ്ഥാനമാണിത്. ഇവിടെ നിന്നും സിയോനിലേക്ക് അനേക പെരുവഴികൾ പുറപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ മനസ്സ് ആ തലത്തിലേക്ക് ഉയർത്തപ്പെടണമെന്നാണ്. നമ്മുടെ മനസ്സുകൾ സിയോനിലേക്ക് അനേക പെരുവഴികൾ പുറപ്പെടുന്നതായിട്ടുള്ള ദൈവം വസിക്കുന്ന ആലയങ്ങളായിട്ട് രൂപാന്തരപ്പെടണമെന്നുള്ളതാണ്. അത്രമാത്രം അനുഗ്രഹം ആണ് ഈ പരിപാവനമായ സ്ഥലത്ത് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ബലം ധരിച്ചാൽ അനേക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കുമെന്നുള്ളതിന് സംശയമില്ല എന്നുള്ളത്. പഴയ നിയമത്തിൽ ഒരാട്ടിടയനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആരാണ്? ദാവീദ് എന്ന് പറയുന്നത് അല്ലേ? കുറച്ച് കല്ലുകൾ ഉപയോഗിച്ച്, കുറച്ച് കല്ലുകൾ ആയുധമാക്കി ഒരു വലിയ മനുഷ്യനെ അദ്ദേഹം താഴെ വീഴ്ത്തുന്നുണ്ടെന്നുള്ളത് ദൈവത്തിന്റെ ബലം ധരിച്ചപ്പോൾ ഉണ്ടായ ഒരു വലിയ രൂപാന്തരമാണ്. വലിയ ആയുധം ധരിച്ചു വന്ന മനുഷ്യനെ കുറച്ച് കല്ലുകൾ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിച്ചു എന്നത്. എന്നാൽ ഈ ചെറുകല്ലുകൾ എപ്പോഴും നമുക്ക് ഉപയോഗപ്രദമാകണമെന്നില്ലെന്നറിയാം, അപകടം വരുത്താം. ഇവിടെ ദാവീദിന്റെ കാര്യത്തിൽ ചെറുകല്ലുകൾ ഉപയോഗമായി. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ ബലം ധരിച്ചു, യഹോവയിൽ ആശ്രയിച്ച് നേരിട്ടത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചെറുകല്ലുകൾ നമുക്ക് ദോഷം വരുത്താം. എന്താണെന്നറിയാമോ? കർത്താവിന്റെ കയ്യിൽ കുറച്ച് കല്ലുകൾ കൊടുത്തിട്ട് സാത്താൻ പറഞ്ഞു, എന്തു പറഞ്ഞു? നീ കല്ലുകളെ അപ്പമാക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. ഇതിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക എന്നാണ്. ചെറുകല്ലുകൾ ഉപയോഗിച്ച് ദാവീദ് പരാജയപ്പെടുത്തിയെങ്കിൽ ആ കല്ലിന് പിന്നിൽ ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഈ കല്ലുകളുടെ പിന്നിൽ ദൈവത്തിന്റെ ശക്തിയാണോ? സാത്താന്റെ ശക്തിയാണ്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ കൈകളിലേക്ക് നീട്ടപ്പെടുന്നതായിട്ടുള്ള കല്ലുകൾ, അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ഇവിടെ നയമാന് അതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അനേക കല്ലുകൾ, അനുഗ്രഹങ്ങളാകുന്ന കല്ലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കല്ലുകളിൽ നിറഞ്ഞു നിന്നതായിട്ടുള്ള പ്രതിസന്ധികൾ, അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന കല്ലുകൾ അതിലുണ്ടായിരുന്നു. അതിനെ തിരിച്ചറിയുവാൻ നയമാന് സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ തിരിച്ചറിവ്
തീർച്ചയായും നമ്മുടെ ജീവിതത്തിൻ്റെ സുഗമമായ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ നാം ഏത് മേഖലയിലായിരിക്കുന്നുവോ ആ ഭൗതികമായ മേഖലയിലുള്ള സുഗമമായ പോക്കിന് ഇടയാക്കണം. ഈ പരിപാവനമായ ദേവാലയത്തിൽ വന്നിരിക്കുന്ന നമുക്ക് ഈ ഒരു തിരിച്ചറിവുണ്ടാകുവാൻ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും നമുക്ക് ലഭിക്കട്ടെ എന്ന്